എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കുക. ഓ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ. ഹാപ്പിയാണ് ഇങ്ങനെയാണോ, അതോ ഹാപ്പിയാണ് ഇങ്ങനെയാണോ? ഹാപ്പിയാണ്. യെസ് യെസ് യെസ്. ഓക്കെ. ആരെങ്കിലും പുതിയ ആരാണ്? ഐഫോൺ എന്ന ഒരു പ്രൊഫൈൽ എവിടെ നിന്നാണെന്ന് പറയുമോ? ആരാണെന്ന് പറയുമോ? ഗൗരി. ഗൗരി. എവിടെ നിന്നാണ് സ്ഥലം? മണത്തല, ചാവക്കാട്. ഓക്കെ. ആരാണ് ലിങ്ക് തന്നത്? നളിനി ചേച്ചി. ഓക്കെ, ശരി. ഓക്കെ. ജയ് ഗുരു. അത് പേര് ആഡ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു, ഓക്കെ അതുകൊണ്ടായിരുന്നു ഓക്കെ, സാരമില്ല കേട്ടോ, അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചത്. ഓക്കെ, ഗുഡ്. ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ ഈ സെഷൻ 3 വർഷത്തിൽ കൂടുതലായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം സത്സംഗം, അതിനോടൊപ്പം സത്സംഗം എന്ന് വെച്ചാൽ നല്ല ആൾക്കാരുടെ സംഘം, സത്യത്തിലേക്കുള്ള വഴി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ രണ്ടാമതിരിക്കട്ടെ. ആദ്യം നമുക്ക് വേണ്ടത് മാനസിക സംഘർഷം ഒഴിവാക്കൽ, സമാധാനമായിട്ടിരിക്കൽ എന്നൊക്കെ ഉദ്ദേശം വേണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നോളേജ്, അത് കഴിയുമ്പോൾ കുറച്ച് ചാൻഡിങ്, ജപം ഉണ്ടാവും. ഇതെല്ലാം വളരെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ആത്മീയത എന്ന് വെച്ചാൽ ഇതിൽ ശാസ്ത്രീയമായിട്ട് അതിനെ നമ്മൾ ഉപയോഗിക്കണം, വളരെ ശാസ്ത്രീയമായിട്ട്. അത് കഴിയുമ്പോൾ ചെറിയ ധ്യാനം, അങ്ങനെയല്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കയറുമ്പോൾ എന്ത് ചെയ്യണു? യെസ്, എല്ലാ ദിവസവും, ഇനിയുള്ളത് എല്ലാ ദിവസവും കയറാൻ എല്ലാവരും ശ്രദ്ധിക്കണം. വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. വളരെ പ്രാധാന്യം കൊടുത്തിട്ട് ഇരിക്കണം. അപ്പോൾ ഈ സ്റ്റാൻഡിങ് കഴിഞ്ഞ് മെഡിറ്റേഷൻ ഉണ്ടാവും. കണ്ണടച്ചിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. പുതിയ ആൾക്കാർ, ധ്യാനം പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർ, ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ധ്യാനാവസ്ഥയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇനി പുതിയ ആൾക്കാർ വന്നിട്ട് ഭഗവാൻ എന്തായിരിക്കും ഈ ധ്യാനാവസ്ഥ എന്ന് ആലോചിക്കൊന്നും വേണ്ട. അത് താനേ സംഭവിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയില്ല ഇത് ധ്യാനമാണോ ഇല്ലയോ എന്ന്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. കണ്ണടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സംഭവിക്കാനുള്ളത് സംഭവിക്കും. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സെഷനിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളിങ്ങനെ കോമഡി ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കോമഡി വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ വനത്തിൽ, ഫോറസ്റ്റിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ കണ്ണാടി കൊണ്ടുവന്ന് വയ്ക്കും. കണ്ണാടി കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ മൃഗങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കും. കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ വീഡിയോ ഒക്കെ നോക്കണം, അത് കാണും. അപ്പോൾ ചില മൃഗങ്ങളൊക്കെ വന്നിട്ട് നോക്കിയിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ചിലപ്പോൾ പട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 1.5 കൊരയാണ് അതിന് നോക്കിയിട്ട്, കണ്ണാടിയിൽ നോക്കിയിട്ടേ. കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിച്ച് ഓടും ചിലപ്പോൾ. എന്താ വലിയ കരടി ഏതോ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. സിംഹം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏരിയയിൽ ആരാ വന്ന് എന്ന് പറഞ്ഞിട്ട് അതിനോട്. ഇപ്പം ഈ കരിങ്കുരങ്ങനുണ്ട്, അവൻ്റെ പേരെന്താണ്, ഗൊറില്ലയോ, ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഇടിക്കാനൊക്കെ നോക്കും കണ്ണാടിയെ. ആരാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ അതിനൊന്ന് കണ്ണാടി വെച്ച് നോക്കൂ. പൂച്ചയോ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കണ്ണാടിയിലേ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് വന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ പ്രതിബിംബം തന്നെ കണ്ടുകൊണ്ട് അതിനോട് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ സ്നേഹഭാവമായിരിക്കും, ചിലപ്പോൾ ഒറ്റപ്പെട്ട പൂച്ചയൊക്കെ അല്ലെങ്കിൽ ആണെങ്കിൽ വേറൊരു പൂച്ചയെ കണ്ടു എന്ന് വെച്ചിട്ട് വളരെ സന്തോഷത്തിലായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, ചിലപ്പോൾ ദേഷ്യമുള്ള പൂച്ചയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം അടിക്കും കണ്ണാടി നോക്കിയിട്ട്, ടിങ് ടിങ് ടിങ്. കണ്ടിട്ടുണ്ടോ? അങ്ങനെ കാണണം. അപ്പൊ ഇതിന് മനസ്സിലായിട്ടില്ല, ആ കണ്ണാടിയിൽ കാണുന്ന ദൃശ്യം ആരാണ്? സ്വയം അവരുടെ പ്രതിബിംബം തന്നെയാണ് കണ്ണാടിയിൽ കാണുന്നത് എന്ന് ഇവർക്ക് അറിയാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? വളരെ ശക്തിയായിട്ട് പ്രതികരിക്കുന്നു, വ്യത്യസ്തത കാണുന്നു, പ്രശ്നം ഉണ്ടാവണം. ആണോ അല്ലയോ? അതുകൊണ്ടല്ലേ പൂച്ചയ്ക്ക് അറിയോ പൂച്ചയുടെ ചിത്രം തന്നെയാണ് അതിൽ നിൽക്കുന്നത്? അല്ലെങ്കിൽ പട്ടിക്ക് അറിയോ? ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കണ്ണാടി വെച്ചിട്ട് കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പാത്രം ഭക്ഷണം കൊണ്ട് വെച്ചിട്ട് പട്ടിയോട് കഴിക്കാൻ പോയി. ഈ പട്ടി അടുത്ത് പോയി കഴിക്കാൻ പോയിട്ട് പട്ടി കഴിക്കണില്ല, വേറെ പട്ടി കഴിക്കാൻ വരികയാണെന്ന് വെച്ചിട്ട് കുരച്ചുകൊണ്ടിരിക്കുക പട്ടി ആളെ നോക്കിയിട്ട്. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? ഞാൻ പറയുന്ന ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ എൻ്റെ ഡാറ്റയിൽ ഒറ്റ സെക്കൻഡ്. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, യെസ്. ഓക്കെ, ഞാൻ എൻ്റെ VPN ഒന്ന് ഓഫാക്കിയത്. ഇവിടെ ഉള്ളത് ചില നെറ്റ്വർക്ക് കുറേ കാര്യങ്ങൾ, ചില സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക. റഷ്യയിൽ വാറിൻ്റെ ചെറിയ പ്രശ്നം ഏതോ ഭാഗത്തുള്ളതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ VPN എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജീവികൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്? നമുക്ക് നല്ല കാര്യം അറിയാം. എന്തുകൊണ്ടാണ്? ആ ആ ജീവി വിചാരിക്കുന്നു മറ്റേ കണ്ണാടിയിൽ കാണുന്നത് വേറെ ജീവിയാണെന്ന് വിചാരിച്ചിട്ട് അതിനോട് വഴക്കുണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ വരികളിൽ അത് തന്നെയാണ് പറയുന്നത്. നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് സൗഹൃദമോ സ്നേഹമോ ഒക്കെയും ഉണ്ടാവും. അതേപോലെ നിനക്ക് ഇഷ്ടമില്ലാത്ത ശത്രുക്കളോട് വിദ്വേഷവും അടിയും പിടിയൊക്കെ ഉണ്ടാവും, അല്ലേ? അതല്ലേ സ്വാഭാവികമായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് കമ്പനി ഉണ്ടാവും, നമുക്ക് നല്ല കമ്പനി ഉണ്ടാവും. ഇത് ഇല്ലാത്ത ആൾക്കാരോട് ദേഷ്യം. ഇങ്ങനെ മനസ്സ് എന്തിനു പോവും? ഒന്നുകിൽ അവരോട് കൂട്ടുകൂടാൻ, അല്ലെങ്കിൽ ഇവരോട് അടികൂടാൻ. അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ മനസ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഉപേക്ഷിക്കൂ, എന്നിട്ട് തിരിച്ചറിയൂ ആ വ്യക്തി ആരാണ്. അത് നീ തന്നെയാണ്. ആരാണ്? ഈ കാണുന്ന നമ്മുടെ ശത്രു ആണെങ്കിലും മിത്രമാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും കുട്ടിയാണെങ്കിലും അത് നീ തന്നെ ആണ് എന്ന് പറയും. ഇത് തിരിച്ചറിയൂ, ഈ ജ്ഞാനത്തിലേക്ക് വരൂ എന്ന് പറയുന്നു. ഈ ജ്ഞാനത്തിലേക്ക് എങ്ങനെ വരാൻ പറ്റും? പറയാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനോട് പറയാൻ പറ്റുമോ ഇത്? ക്ഷമിക്കാൻ പറ്റുമോ? നമ്മളോട് എത്രയോ ആൾക്കാരല്ലേ തെറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടോ ഇല്ലയോ? നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാരില്ലേ? അവരോട് ക്ഷമിക്കാൻ പറ്റുമോ? പിന്നെ അതൊക്കെ ക്ഷമിക്കാൻ പറ്റും. എന്നാൽ കോടതിയിൽ പോയിട്ടൊന്ന് മാറ്റി പറയാൻ പറയാ, വിട് സാറേ, വിട് ജഡ്ജി, സാരമില്ല, അയാൾ അറിയാതെ തെറ്റ് ചെയ്തില്ലേ, മറ്റുള്ളവരുടെ തെറ്റുകളിൽ ഉദ്ദേശം കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല, പ്രാവർത്തികമാകില്ല. ഇവിടെ നിന്നൊക്കെ നമ്മൾ നോളേജ് സെഷനിൽ ഇരുന്നിട്ടൊക്കെ പറയും. കഴിഞ്ഞ വീട്ടുകാരോട് തന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് തലകഴ നിൽക്കും നമ്മൾ. നമ്മുടെ മനസ്സ് അങ്ങനെ നമ്മൾ മനസ്സിന് പഠിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ? ഇങ്ങനെ പാടും, ഇങ്ങനെ പാടില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. ദുഃഖം വന്നാൽ വിഷമിക്കണം, സന്തോഷം വന്നാൽ ആനന്ദിക്കണം, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. ഇതെല്ലാം പറഞ്ഞ് മനസ്സിനെ പഠിപ്പിച്ച് അത് തന്നെയാണ് മനസ്സ് പ്രവർത്തിക്കുക. അപ്പോൾ ഈ മനസ്സ് പഠിച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ ദുർശീലങ്ങൾ മാറ്റിയെടുക്കുന്നത് പോലെ, അല്ലേ? പുകവലി, വെള്ളോടിയൊക്കെ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ? അല്ലയോ പുത്ര, ഇതെല്ലാം ശരീരത്തിന് നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കൂ എന്ന് പള്ളിയിൽ അച്ഛനോ
അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൗൺസിലിംഗ് സെൻ്ററിലോ, ഇനിയല്ല ഗുരുജി തന്നെ പറഞ്ഞാലോ ആൾക്കാർ അനുസരിക്കുമോ? ഗുരുജി പറഞ്ഞതെല്ലാം ഉപേക്ഷിക്കണം, നടക്കുമോ? എത്രയോ ആത്മജ്ഞാനികൾ വന്ന് പറഞ്ഞ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാടാണ്. വല്ലവരും ചെയ്തിട്ടുണ്ടാവും, ഒറ്റ വാക്കിൽ ഗുരുജിയുടെ വാക്കുകൊണ്ട് പക്ഷേ എത്ര പേരുണ്ട് നമുക്ക് തന്നെ അറിയാം അല്ലേ? അപ്പം വാസനകൾ, അതുപോലെ മനസ്സിൽ ഇംപ്രഷൻസ്, അത് എത്ര സ്ട്രോങ് ആണോ അത്രത്തോളം അത് നമ്മളെ പിടിച്ചു നിൽക്കും. അതിനി ആര് പറഞ്ഞാലും അതിൻ്റെ ബന്ധനം വിട്ടു പോവാതെ ഇതിന് രക്ഷയില്ല. അതിനേക്കാൾ സ്ട്രോങ് ആയ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഗുരുജി തന്നെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഇത് ഇങ്ങനത്തെ ദുർശീലങ്ങളൊക്കെ വിട്ടുപോകുക എന്ന് വെച്ചാൽ, ഒന്നോ നമുക്ക് എന്താ പറയുക, ജീവനോടുള്ള ഭയമായിരിക്കും. ഇനി ഡോക്ടർ പറയുന്നത് ഇനി ഒരു ഗ്ലാസ് മദ്യം നിങ്ങൾ കുടിച്ചാൽ നിങ്ങളെ പിന്നെ ആളുകളൊക്കെ വന്ന് കാണേണ്ടി വരും, മരിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ കുടിക്കാൻ ഒന്ന് പേടിക്കും. ഇനി കുടിച്ചാൽ കഴിഞ്ഞു, തട്ടിപ്പോകും, ഉറപ്പാണ് എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നീട് കുടിക്കില്ല. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും, വളരെ ഇഷ്ടപ്പെട്ട ആൾ, അയാൾ നിങ്ങൾ വിട്ടുപോകുന്നോ വിഷമിക്കുന്നോ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ വേണം ഇതിൻ്റെ. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് ഒരു പരിധി വരെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു 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 പരിധി നിർത്താൻ പറ്റും, എങ്കിലും പൂർണ്ണമായിട്ടിത് നടക്കില്ല. ഇതുപോലെ തന്നെയാണ് മനസ്സ്. നമ്മൾ എന്ത് ജ്ഞാനം പഠിച്ചാലും ഇതൊക്കെ ആക്കിയാലും, ഇതെല്ലാം മനസ്സിലാക്കിയാലും, ഇതൊക്കെ യെസ് ഞാൻ നാളെ മുതൽ എല്ലാ വ്യക്തികളെയും സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല. അപ്പം തന്നെ ചലഞ്ച് വരും. അപ്പം എന്ത് ചെയ്യണം? പതുക്കെ 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 ഇതിനെ പഠിപ്പിക്കണം. കുറേ ദിവസങ്ങളായി പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ജ്ഞാനം. അപ്പം ഇതുവരെ എന്തായിരുന്നു നമ്മളെ ലീഡ് ചെയ്തത്? നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റാൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ തലയിലില്ലേ കുറച്ച് കാര്യങ്ങൾ, ബ്രെയിനിൽ ഉണ്ടോ ഇല്ലയോ? രാവിലെ എഴുന്നേറ്റാൽ ഓടിപ്പോയിട്ട് കുറച്ച് ചുടുവെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം, ബ്രഷ് ചെയ്യണം, കുളിക്കണം. ഇതൊക്കെ ഒരു ഡെയിലി പ്രോട്ടോക്കോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ രീതികളാണ്. ഇതിനനുസരിച്ചിട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനും ഓരോ രീതികളുണ്ട്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഇങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ റിയാക്ട് ചെയ്യണം. നമ്മളെ ആരും ചീത്ത വിളിക്കുന്നത് പ്രശ്നമല്ല, ആണോ അല്ലയോ? പ്രശ്നമാണ്. ആര് ചീത്ത വിളിച്ചാലും പ്രശ്നമാണ് അല്ലേ? ആര് ചീത്ത വിളിച്ചാലും പ്രശ്നമാണ്. പക്ഷേ നമ്മളെല്ലാവരോടും ക്ഷമിക്കുന്നുണ്ടോ? അല്ല, കുറച്ച് വിഭാഗത്തോട് ക്ഷമിക്കും. നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മൾ ക്ഷമിക്കും. ചിലപ്പോൾ മക്കളൊക്കെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ശരി പോട്ടെ ക്ഷമിക്കും. മക്കളോട് ക്ഷമിക്കുന്ന പോലെ ചിലപ്പോൾ ഭർത്താവിനോടോ ഭാര്യയോടോ ക്ഷമ ഉണ്ടാവില്ല. ചിലപ്പോൾ മക്കൾ എന്തെങ്കിലും ശരി പോട്ടെ. നമ്മളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അമ്മമാരെയൊക്കെ ആണെങ്കിൽ അമ്മ എന്ന് വിളിക്കില്ല, തള്ളെ എന്നൊക്കെ ആയിരിക്കും വിളിക്കുകയല്ലേ. ചിലപ്പോൾ ഇതിനെന്താ ബുദ്ധിയില്ല, എവിടെ ചെവിട് കേൾക്കുന്നില്ല, എങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ശരി ഇതിനെ പെറ്റ് വളർത്തിയതിനൊക്കെ 2 ഡയലോഗ് അടിച്ചതിന് ശേഷം ക്ഷമിക്കും. ഇത് സ്വാഭാവികമാണ് അല്ലേ? ഇതേ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പർ തെറ്റും അല്ലേ? ടെമ്പർ തെറ്റുമല്ലോ. സമ്മതിക്കാൻ പറ്റില്ല. ഇനി അറിയാത്ത ആൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ സീനായി. അപ്പം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കണം, ഇതൊരു വിഭാഗം, അതൊരു മറ്റേ വിഭാഗം, ഇയാൾ എൻ്റെ ഏറ്റവും വേണ്ട അടുത്ത ആള്. ഇനി ചില കോഴ്സുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കൊടുക്കും ചീത്ത വിളിക്കാൻ. വിളിക്കൂ. അപ്പം എന്താന്ന് പ്രതികരിക്കാത്ത നമ്മൾ മനസ്സിനോട് പറയണം, ഇങ്ങനെ മനസ്സ് തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്, ഇവരോട് റിയാക്ട് ചെയ്യണം, ഇവരോട് നന്നായിട്ട് റിയാക്ട് ചെയ്യണം, ഇവരോട് മോശമായിരിക്കണം. ഇതിനെയാണ് അവിദ്യ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. എന്താണ് ജ്ഞാനമില്ലായ്മ എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ എല്ലാ വ്യക്തികളിലും ഉള്ളത് ഒറ്റ ചൈതന്യമാണ് എന്ന്. ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും, ഞാൻ ഈ നോളേജ് എടുത്താൽ പോലും, ഇതിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്കും ദേഷ്യം വരും. ഇയാൾ എന്ത് ജ്ഞാനിയാണ് ഇവിടെ ഇരുന്ന് പറയണു, അടിപൊളിയാണെന്ന് എനിക്കും വരും. പക്ഷെ എന്താണ് ഇവിടെ? ആ ജ്ഞാനം നമ്മളെ രക്ഷിക്കും. ആ ദേഷ്യം വന്നാലും നമ്മൾ ഈ ജ്ഞാനത്തിലേക്ക് എത്ര നേരത്തെ വരുന്നോ അത്രത്തോളം നമ്മുടെ സിസ്റ്റത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മുടെ ഈ സിസ്റ്റത്തിനെ സംരക്ഷിക്കാൻ പറ്റും. എങ്ങനെയാണ് സിസ്റ്റത്തിനെ സംരക്ഷിക്കുക? ഈ ശരീരത്തിനെയും മനസ്സിനെ എങ്ങനെ സംരക്ഷിക്കുക ദേഷ്യത്തിൽ നിന്നും വെറുപ്പിൽ നിന്നൊക്കെ?
ഈ പറഞ്ഞ പോലെ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് ഈ ഒറ്റ ചൈതന്യം, അത് നീ തന്നെ. തത്വമസി എന്നൊക്കെ പറയുന്നത് പോലെ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയും. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കണം നീ. അതുകൊണ്ട് ആരോടും വിദ്വേഷത്തിനും വെറുപ്പിനും പോകണ്ട. ഈ ജ്ഞാനത്തിലേക്ക് വന്ന് മനസ്സിനെ നിലയിൽ നിർത്താൻ നോക്കൂ എന്ന് പറയും. ഈ ജ്ഞാനത്തിലേക്ക് വരാൻ. അപ്പൊ അതിനെന്തൊക്കെ സഹായിക്കും? എന്തൊക്കെ? വരട്ടെ. സാധന, സത്സംഗം, ജ്ഞാനം, ധ്യാനം, ജപം, സേവ, ദാനം എന്നീ പ്രക്രിയകളെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ആണ്. ഈ ആക്ടിവിറ്റീസിൽ നമുക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ആക്ടിവിറ്റീസാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്ത് വിചാരിച്ചു, നമ്മുടെ ഈ ചേതന അത് ഇങ്ങനെ വികാസം സംഭവിച്ച് ഈ കോൺഷ്യസ്നെസ് വികാസം സംഭവിച്ച് നമുക്ക് എന്താ സംഭവിക്കുക? യെസ്, നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആവണം. അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ വ്യക്തികളിലും ഇത് കാണാൻ പറ്റും. സർവാത്മഭാവം എന്നാ പറയുന്നത്. എന്താണ് ഈ ഭാവത്തിന്റെ പേര്? സർവാത്മഭാവം. സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കൽ, അല്ലെങ്കിൽ ഏക ആത്മാവിനെ ദർശിക്കൽ. അദ്വൈതം എന്നൊക്കെ പറയുന്നത്. അദ്വൈതം, രണ്ടില്ലാത്ത അവസ്ഥ. അതാണ് നമ്മുടെ പ്രേയർ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം സർവചരാചരങ്ങളുടെ നന്മയ്ക്കും എന്ന് വെച്ചാൽ എന്താണ് നന്മ? ഇവിടെ ഇരിക്കുമ്പോൾ സുഖമായിരിക്കണം വേണമല്ലോ, വേണ്ടയോ? നന്മ എങ്ങനെ? ജ്ഞാനത്തിലിരിക്കാൻ. നന്മ എന്ന് വെച്ചാൽ കർമ്മങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈ സർവചരാചരങ്ങളും നന്മയോടെ നന്നായിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ ജ്ഞാനത്തോടെ ഒരു വിദ്വേഷമൊന്നും ഇല്ലാതെ സമാധാനത്തിലിരിക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിന്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ഈ മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്. സർവചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാം. അനുഗ്രഹിക്കുന്നത് എപ്പോഴാണ് അനുഗ്രഹിക്കുന്നത്? ഈ ധ്യാനവും ജപവും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പാൻഡഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, നിങ്ങളുടെ വികാസം സംഭവിച്ച ആ ബോധാവസ്ഥയിൽ, ആ അവസ്ഥ വളരെ നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ബ്ലെസ്സിങ്ങോ എന്താ പറയുക പ്രാർത്ഥനയോ ഒക്കെ ചെയ്യണത് അവരിൽ ട്രാൻസ്ഫോർമേഷൻ, മറ്റുള്ള ആൾക്കാരിൽ, മറ്റുള്ള ആത്മാക്കളിൽ ഇത് സ്വാധീനിക്കും. അതുകൊണ്ട് ഇത് ആരെയൊക്കെ സഹായിക്കും? നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള കുടുംബത്തിലുള്ള ആൾക്കാരെ സഹായിക്കും. നിങ്ങളുടെ പരിധിയിൽ വരുന്ന ആൾക്കാരെ സഹായിക്കും. ഈ ലോകത്തെ ഈ സർവചരാചരങ്ങൾ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാത്തിനെയും ഇത് സ്വാധീനിക്കും. പോരാതെ പിതൃലോകത്ത് പോയ ആൾക്കാരെ സഹായിക്കും. ഇതറിയോ? എല്ലാ ലോകങ്ങളെയും ഈ പ്രാർത്ഥനയ്ക്കും ജപത്തിനും കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറയാൻ പറ്റാത്ത സയൻസാണ്. നമുക്ക് വിശദീകരണം സയൻസിന് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ? അപ്പം നമ്മൾ ഈ വൈകുന്നേരം ഇരുന്ന് കുറച്ച് പേര് ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. ഒരു ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. നമുക്ക് തേൻ എല്ലാവരും കഴിക്കാറില്ലേ? കഴിച്ചിട്ടില്ലേ തേനിൻ്റെ ഘടന എന്ന് വെച്ചാൽ അതിന് വളരെ മെഡിക്കൽ പ്രോപ്പർട്ടി ഉള്ള കാര്യമാണ്. എന്താണ്? ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു കാര്യം. ഇത് എങ്ങനെ ഉണ്ടായി? പൂവിന്ന് നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റുമോ? പൂവിന്ന് നമ്മൾ പോയിട്ട് ഒരു സിറിഞ്ചൊക്കെ വെച്ചിട്ട് തേൻ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വരുമോ? ഈ ക്വാളിറ്റി വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല. അങ്ങനെ ഞങ്ങൾ ഇത്രയും ഡെവലപ്പായ ആൾക്കാർക്ക് പൂവിന്ന് ഡയറക്റ്റ് എടുത്താൽ പോരെ? തേനീച്ചകളുടെ സഹായം വേണോ? അപ്പം കണ്ടെത്തിയ കാര്യമാണ് ഇത്. തേനീച്ചകൾ എടുക്കുമ്പോൾ ഇതിൻ്റെ സലൈവയുമായിട്ട് മിക്സ് ആവണം എന്നുള്ളത് ശരിയാണ് അല്ലേ? ഇതിൻ്റെ ഉമിനീര് ഇതൊക്കെ ഉണ്ട്, അതിൽ ഘടകം ഉണ്ടാവും. അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഈ തേനീച്ച പോയിട്ട് എവിടെ വെക്കണം? ഇതിൻ്റെ കൂട്ട്, ഹൈവ് അതെന്നാ പറയും, ഇതിൻ്റെ കൂട്ടിൽ കൊണ്ടുവയ്ക്കുന്നു അല്ലേ? തേനീച്ചയുടെ കൂട്ടിൽ വെച്ചതിന് ശേഷം ഇത് അനുനിമിഷം ഇങ്ങനെ ചിറകടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈന്ന് സൗണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ? തേനീച്ചയുടെ കുത്ത് കിട്ടിയ ആൾക്കാർക്കൊക്കെ അറിയാം അതിൻ്റെ സൗണ്ട്. പേടിയുള്ള ആൾക്കാർക്ക് സൗണ്ട്. അപ്പോൾ ഈന്നൊരു സൗണ്ട്. ഈ ശബ്ദ തരംഗങ്ങൾ ഈ തേനിൽ മോളിക്യുലാർ ലെവലിൽ മാറ്റം ഉണ്ടാക്കുന്നു. ആ മാറ്റം ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടി വർദ്ധിപ്പിക്കണു എന്ന് പറയും.
എങ്ങനെയാണ്? ശബ്ദ തരംഗങ്ങൾ ഇതിൽ മെഡിസിനൽ പ്രോപ്പർട്ടി വർദ്ധിപ്പിക്കുന്നു. തേനീച്ച ഉണ്ടാക്കുന്ന ചിറകിൻ്റെ ശബ്ദം. ഒരു തേനീച്ചയുടെ ചിറകിൻ്റെ ശബ്ദത്തിന് മെഡിസിനൽ പ്രോപ്പർട്ടി വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ 10000 വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിന് എന്ത് മാറ്റാൻ പറ്റില്ല? ഇവിടെ അച്യുതാനന്ദൻ പറയണ കാര്യമല്ല, സാക്ഷാൽ രവിശങ്കർജി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ജപിക്കൂ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇനിയും നമശിവായ ജപിച്ച് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്തവരൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഇനി വേറൊരു കാര്യം, ഞാൻ ഗ്രൂപ്പിൽ വേറൊരു മെസ്സേജ് ഇട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഈ ദിനചര്യ ഇതൊക്കെ ഫോളോ ചെയ്ത് കൃത്യമായി ശരീരം മാറ്റിയെടുക്കാൻ താല്പര്യമുള്ള, ഇനി ഫീസ് ഉണ്ട് എന്ന് വിചാരിക്കേണ്ട, അത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. ആളുകളെ കുറച്ചുകൂടെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയാണ്. നമ്മുടെ ഇതിലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്, ഈ കോഴ്സ് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്, എത്ര ഫീസാണാവോ ഭഗവാനെ, ഇനി ചെന്ന് കഴിഞ്ഞാൽ ഇനി വല്ല സേവ ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നുമില്ല. ഹിഡൻ ചാർജസ് ഒന്നുമില്ല, ഇതിലൊന്നുമില്ല, ഫീസൊന്നുമില്ല. ഓക്കെ, ഇത് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കണം. ശരീരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, മനസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് കൃത്യമായി പോയാൽ മാത്രമേ ഇതെല്ലാം എഫക്റ്റീവ് ആവുള്ളൂ ഈ ചെറിയ സമയം കൊണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിലേക്ക് ഇതാക്കുക. എന്നിട്ട് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഇങ്ങനെ ആയിരിക്കണം ഉറങ്ങേണ്ട കാര്യങ്ങൾ, എഴുന്നേൽക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണ രീതികൾ, ഇതെല്ലാം ഒന്ന് ചിട്ട വരുത്താം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പറയാം. വേറെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരോടും ഒന്ന് പറഞ്ഞു വെച്ചോളൂ. എന്നിട്ട് നമുക്കതൊന്ന് ഫോം ചെയ്യാം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പുതിയ ഒരു ഈ സിമി ലീനിയേജ് ഇതെവിടെ നിന്ന്? ഇത് ആരാണ്? ഇത് നളിനി ആൻറ്റി പറഞ്ഞ ആളാണോ? ആരാണെന്നുകൂടെ പറയാം. എനിക്ക് പുതിയ ആൾക്കാരുടെ പേര് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു സെക്കൻഡ്, ഇനി അൺമ്യൂട്ട് ചെയ്തോളൂ. ആരാണെന്ന് പറയാമോ? എവിടെ നിന്നാണ്, ആരാണ് എന്ന് പറയാമോ? ചാവക്കാട് നളിനി പറഞ്ഞിട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ശരി. എല്ലാ ദിവസവും കയറണേ. ഓക്കെ, ബോറടിച്ചാലും കയറണേ. ബോറടിക്കും, ചിലപ്പോൾ സെഷൻ ബോറടിക്കും. അപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിൽ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് പേർക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതെന്നോട് എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പം നമുക്ക് ജപിക്കാനായിട്ട് തയ്യാറാവാം. കണ്ണുകൾ അടച്ച് നെട്ടെല്ലാം നിവർത്തി വെച്ചിരിക്കാം. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
ॐ नमः शिवाय 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 ॐ नमः शिवाय
ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തുവിടാം. ഓ കായേന വാചാ മനസേന്ദ്രിയേ वा बुद्ध्यात्मना वा प्रकृतिस्वभावा करोमि यत् सकलं परस्मै गुरुदेवपादेषु समर्पयामि. सर्वं गुरुदेवपादेषु समर्पयामि. सर्वं गुरुदेवपादेषु समर्पयामि. ॐ सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्. ॐ शान्ति शान्ति शान्तिः. മേലടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാം. അതുപോലെ നമ്മളുടെ രജനി ടീച്ചറുടെ മോൻ കുറച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. ബ്ലെസ്സിങ് വേണമെന്ന് പറഞ്ഞിരുന്നു. അവർക്കും വേണ്ടി നമുക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും വയ്ക്കാം. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്.